ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം അനുബന്ധം ഒഴിപ്പിയൽ അധികാരം 102 നാണൂട്ടമൈ നാണൂട്ടമൈ നാണം ഷൈനസ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും ശാന്തിമാമിനെയും അതുപോലെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളെയെല്ലാം. ശാന്തിമാം, തുടങ്ങാം. 102 അധികാരമാണ് നാണുടമൈ. അതായത് ഇതിന് മുന്നേ വരെ നമ്മൾ പറഞ്ഞു വന്നത് ആ, തൊട്ട് മുന്നേ ഉള്ളത് നന്ദിയിൽ സെൽവം. നന്ദിയിൽ സെൽവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഉപയോഗപ്രദമല്ലാത്ത സമ്പത്ത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. കാരണം ആർക്കും കൊടുക്കാതെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നിട്ട് അടുത്തത് നാണുടമൈ. എന്തിനൊക്കെയാണ് നാണിക്കേണ്ടത്? ചിലരുണ്ട് ഒരു നാണവുമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ നാണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ സ്വല്പമെങ്കിലും നാണം വേണം. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കത് ഈ പലർക്കും പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാണമുണ്ടോ എന്നൊരു ചോദ്യം വെക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ്. കാരണം നാണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്തവരുണ്ട്. എന്നാൽ വള്ളുവർ ആദ്യത്തെ കുറളിൽ തന്നെയാണ് പറയുന്നത്, സ്ത്രീകളുടെ നാണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു നാണം എന്തിനാണ് ആവശ്യം? നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നത് നാണം എന്ന് പറഞ്ഞാൽ തമിഴിൽ എപ്പോഴും പറയാറുണ്ട്, നാൺ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമാണെന്നാണ്. അപ്പൊ അത് പറയാൻ അന്നത്തെ കാലത്ത് അത് യോജിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഈ സ്ത്രീകൾ എപ്പോഴും ഒരു പുരുഷന്മാരെ ഡിപ്പെൻഡഡ് ആണ്, ആരെയെങ്കിലും ഒന്ന് ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. എന്നാൽ ആ സ്ഥിതിയൊക്കെ ഇന്ന് മാറി. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാണോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമുക്കൊരു തെറ്റ് ചെയ്യുവാൻ ഈ ഒരു നാണമില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. തെറ്റ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്നും. ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആ നാണമില്ലായ്മ വന്നു പോയാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ മടിക്കില്ല, എന്തും ചെയ്യും. കാരണം ആദ്യത്തെ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മടി കാണൂ. പിന്നെ ഇത് ചെയ്താൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഒരു ഭയം, ഒരു മടി ഒക്കെ കാണും. പക്ഷെ അത് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യും. പിന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് ഈ കളവ് പറയുന്നതും എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാവും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആവാൻ പാടില്ല എന്ന ഒരു അർത്ഥത്തിലാണ് ഈ ഉടമൈ എന്ന ഒരു അധികാരം വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്തിനൊക്കെയാണ് ഭയക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോ ചില എല്ലാ ജോലിയും എല്ലാവരും ചെയ്യില്ല. ഓരോ കാര്യങ്ങൾ ഇന്ന ആൾക്കേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ആൾക്ക് മാത്രമേ അത് ചെയ്യാനും കഴിയൂ. അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞു വേണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തൊക്കെ സ്വഭാവം അവർക്ക് കാണുമെന്നുള്ളതാണ് ഈ പറയുന്നത്. ആദ്യത്തെ കുറൾ, കരുമത്താൻ നാണുതൽ നാണു തിരുനുതൽ നല്ലവർ നാണു പിറ എന്ന് വെച്ചാൽ ഈ നല്ല സ്വഭാവമുള്ളവർ മറ്റുള്ളവർക്ക് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അവർ അവരുടെ കർമ്മത്താൻ നാണുതൽ, അവൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, ഞാനിത് ചെയ്യാമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും നാണം വന്നു ചേരുമോ എന്ന് ഭയക്കുന്ന ആൾക്കാര് അവരാണെങ്കിൽ നല്ലവർ നാണു പിറ. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഒരു മടി തോന്നും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാവത്തില്ല, അത് ഞാൻ ചെയ്യരുത് എന്ന് തോന്നും. എന്നാൽ ഈ തിരുനുതൽ എന്ന് പറഞ്ഞാൽ നെറ്റിയിലെ നുതൽ എന്ന് പറഞ്ഞാൽ നെറ്റിയാണ്. നെറ്റിയിൽ തൃക്കണ്ണുള്ളത്. സാധാരണ നമ്മൾ പറയാറുള്ളത് ശിവനാണ് തൃക്കണ്ണിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്കും അത് ഒരു നാണം എന്ന് പറയുന്നതാണ് അവരുടെ മറ്റൊരു കണ്ണ്. എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾക്ക് 3 കണ്ണ് അല്ലെങ്കിൽ ബാക്കിൽ കൂടി ഒരു കണ്ണുണ്ടെന്ന് പറയും. കാരണം ഈ ചിലപ്പോ കുട്ടികൾ നടന്നു പോകുമ്പോൾ, ഇന്ന് അധികമില്ല, പണ്ടാണെങ്കിൽ പൂവാലന്മാരുടെ ശല്യമുണ്ട്. അപ്പോ ഈ ഒരു സ്ത്രീക്ക്
പുറകിൽ നിന്നും ആരെങ്കിലും തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ബാക്കിൽ നടക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അവരത് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല അവർ അപ്പൊ തന്നെ അത് തിരിഞ്ഞു നോക്കുകയും ചെയ്യും എന്താണ് എന്ന്. കാരണം അത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള പല കഴിവുകളിൽ ഒന്നാണ് ഈ നാണം എന്ന് പറയുന്നത്. ആ നാണം എന്ന് പറയുന്ന തിരുനുതൽ, അതായത് നുതൽ എന്ന് പറഞ്ഞാൽ നുതൽ നെറ്റിയാണ്, നെറ്റിയിലെ ഒരു കണ്ണാണ്, തൃക്കണ്ണ് എന്നാണ് പറയുന്നത്. അതും ഈ നാണം എന്ന് പറയുന്ന ആർക്കാണുള്ളത്? ഈ കുലമകളിർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ, നമ്മൾ പറയാം തറവാട്ടിലെ അമ്മമാരെന്ന് പറയില്ല, അതുപോലെയാണ്. അവർക്ക് ഈ നാണം ഉണ്ടാവും. അവർക്ക് എന്ത് കാര്യങ്ങളും അവർ ചെയ്യാൻ തുണിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മോശം പേര് കിട്ടുമോ എന്നൊരു ഭയം കാണും. അതുകൊണ്ടാണ് അത് നല്ലവർ നാണുപിറ എന്ന് പറഞ്ഞ്, നല്ലവരാണെങ്കിൽ അതിനൊരു നാണം ഉണ്ടാവും. ആ നാണമാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പം ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ അവർ ആലോചിച്ച് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ തിരുക്കുറൽ ചാപ്റ്റർ 102 നാണുടമൈ, മലയാളത്തിൽ നാണം, ഇംഗ്ലീഷിൽ ഷൈനസ്. ആമുഖം. താൻ ചെയ്ത തെറ്റായ പ്രവൃത്തികൾ ഓർത്ത് നാണിക്കുന്നതാണ് യഥാർത്ഥ നാണം. എന്നാൽ പ്രകൃതിയാലുള്ള മറ്റ് നാണങ്ങൾ, പെരുമാറ്റങ്ങൾ കൊണ്ടുള്ളത്, കുലീനകളായ സ്ത്രീകൾക്ക് മാത്രം ഉചിതമായിട്ടുള്ള വേറൊരു തരം ലജ്ജയാണ് ആ നാണം. ഭക്ഷണത്തിനായുള്ള ആഗ്രഹവും ഭയത്തിന്റെ വികാരവും എല്ലാ ജീവജാലങ്ങൾക്കും സാധാരണമാണ്. മനുഷ്യരാശിയുടെ വ്യതിരിക്തമായ സവിശേഷതയാണ് അനുകമ്പ. ഭക്ഷണമാണ് എല്ലാ ജീവിതങ്ങളുടെയും അടിസ്ഥാനം. നന്മ മനസാക്ഷിയുടെ അടിസ്ഥാനം മാന്യതയാണ്. അഭിമാനമുള്ളവരും ഉത്തമരുമായ മനുഷ്യർക്ക് ഏറ്റവും വലിയ ആഭരണം നാണം തന്നെയാണ്, അഥവാ അപമാനബോധം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലജ്ജയോ മാന്യതയോ ഇല്ലെങ്കിൽ പിന്നീട് അവർ എത്ര ഗാംഭീര്യത്തോടെയും അഹങ്കാരത്തോടെയും നടന്നാലും അതൊരു രോഗത്തിന് തുല്യമാണ്. തനിക്ക് വരുന്ന അപവാദത്തെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വരുന്ന അപമാനത്തെയും കണ്ട് ലജ്ജിക്കുന്നവരെ, അഥവാ നാണമുള്ളവരെ, ഈ ലോകം നാണത്തിന്റെ പ്രഭവ കേന്ദ്രം അഥവാ അടിസ്ഥാനം എന്ന് വാഴ്ത്തും. ചുരുക്കത്തിൽ, മറ്റുള്ളവരുടെ തെറ്റുകളെ സ്വന്തം തെറ്റായി കണ്ട് ലജ്ജിക്കുന്ന ഉത്തമ ഗുണമുള്ളവരാണ് യഥാർത്ഥത്തിൽ നാണത്തിനുടമകൾ. 1011 ഖുർആൻ പ്രത്യേകമായി കാണുമ്പോൾ കരുമത്താൽ നാണു തിരുന്നുതൽ നല്ലവർ നാണു പിറ. നാണമോ ഹീനകർമ്മത്തിൽ നാണം, അന്യനാണം കുലസ്ത്രീകൾക്കല്ലോ. തെറ്റു ചെയ്യുന്നതിൽ ലജ്ജ തോന്നുന്നത് നാണമാണ്. തടവുകാരിൽ സ്ത്രീകൾ കാണിക്കുന്ന ലജ്ജ മറ്റൊന്നാണ്. വിരക്തി തോന്നും അകൃത ചെയ്തിയിൽ മിന്നും ധീരമാന്യർതൻ ശുഭലക്ഷണം ചിരം എന്ന് കവി പാടുകയും ചെയ്യും. Over to Omana teacher. Thank you, sir. The Tirukural, authored by the ancient saint poet Tiruvalluvar, is a masterpiece of world literature offering timeless guidance on ethics, virtue, and practical life. Structured into 133 chapters, it serves as a universal code of conduct.
that transcends time and religion. Chapter 102, titled Nanam, translated as shyness or sense of shame, does not refer to mere social awkwardness or timid modesty. Instead, it elevates shyness to a profound moral virtue, the innate spiritual shrinking away from wrongdoing, vice, and dishonorable actions. Quran 1011. Shyness of doing wrong is the true shame. The innate shyness of women is of another kind. Thiruvalluvar draws a sharp distinction between biological or social modesty and moral conscience. While the natural modesty traditionally associated with women is considered a cultural grace, the poet argues that the ultimate form of shyness is the soul's deep hesitation and refusal to commit an immoral act. True honor belongs to those who feel an intense inner shame at the very thought of wrongdoing, treating a lapse in integrity as the greatest personal failure. A perfect illustration of this moral shyness can be found in the Mahabharata through the character of Yudhishthira, the embodiment of Dharma. During their exile, when the Yaksha disguised as a crane tested Yudhishthira at the enchanted pool, he was given the chance to revive only one of his fallen brothers. Instead of choosing his full brothers, Bhima or Arjuna, who were fearless warriors capable of winning back his kingdom, Yudhishthira chose Nagula, his stepmother Madri's son. His reasoning perfectly mirrors Quran 1011. He felt a profound spiritual shyness and shame at the thought of being unfair. He believed that if he returned alive while both of Madri's sons remained dead, he would fail his moral duty and he be unable to face his own conscience. This absolute refusal to commit an unjust act, even when no one was watching, and the stakes were survival itself, exemplifies the true noble shyness of doing wrong that Thiruvalluvar extols. Thank you. അടുത്തത് 1012 ഖുർആനാണ്. ഇതും നാണം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ஊன் உடை எச்சம் உயிர்க்கு எல்லாம் വേറല്ല നാണുടമൈ മാന്തർ ചിറപ്പ്. അതായത് ഊൺ ഉടൈ എച്ചം ഉയിർക്കെല്ലാം. ഊൺ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഉടൈ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അല്ലെങ്കിൽ ആട, ഉടൈ എച്ചം ഉയിർക്കല്ല എല്ലാ ഉയിർകൾക്കും. എച്ചം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഉയിർകൾക്കും, എന്നുവെച്ചാൽ ജീവരാശികൾക്ക്, നമ്മുടെ ജീവനുള്ള എല്ലാവർക്കും ഡ്രസ്സ് എന്ന് പറയുന്നത് നാണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ്. അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും പൊതുവാണ്. എല്ലാവരും അത് ധരിക്കും. ഓരോ രാജ്യത്തിന് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുമായിരിക്കും. എന്നാൽ ഇത് അത്യാവശ്യമാണ് ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ജീവരാശി ആണെങ്കിൽ. ഇതെല്ലാം ഭക്ഷണം മസ്റ്റാണ്. അത് ചെടിയായാലും ശരിയാണ്, മൃഗങ്ങളോ ഏതായാലും ശരിയാണ്.
എന്നാൽ മനുഷ്യന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രമേ ഇതുള്ളൂ, കാരണം അതാണ് നാണം എന്ന് പറയുന്നത്. നാൺ ഉടമൈ മാന്തർ ചിറപ്പ്. മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നാണമാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ തമിഴിലാണെങ്കിൽ തൊൽക്കാപ്യമുണ്ട്, കേട്ട് കാണും. ഏറ്റവും വളരെ പഴയ ഒരു ഗ്രാമർ ബുക്കാണ്. ആ ഗ്രാമർ ബുക്കിന് മുന്നേ തന്നെ തമിഴിലുണ്ടായിരുന്നു അകത്തിയം എന്ന് പറയുന്ന ഒരു ഗ്രാമർ ടെക്സ്റ്റ്. പക്ഷെ അത് മുഴുവനായി കിട്ടിയിട്ടില്ല. ഈ തൊൽക്കാപ്യത്തിലാണെങ്കിൽ ഈ ജീവരാശികൾ എന്തൊക്കെയാണ്, അത് ഒരു 5 ഇത് പറയും, 6 ഉയിർകൾ എന്ന് പറയും. ഓരുയിർ, ഈരുയിർ, മൂവുയിർ, നാലുയിർ, അയ്യുയിർ എന്ന് പറയും. എന്ന് വെച്ചാൽ 5 ജീവൻ. ഓരോന്നിനും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അട്ട, പുഴു, പിന്നെ ഈച്ച, ബേർഡ്സ്, അത് കഴിഞ്ഞാല് മൃഗങ്ങൾ, ഇങ്ങനെ പറയും. ഇതെല്ലാം പറയുമ്പോൾ അവസാനം വന്നിട്ട് പറയുന്നത് 6 ഉയിർ. 6 ഉയിർ എന്ന് വെച്ചാൽ 6ാമത്തെ അറിവുള്ള മനുഷ്യനാണ്. അത് ആ മനുഷ്യന് മാത്രമേ അതുള്ളൂ. അത് എന്താണ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധമുള്ള ഏക വ്യക്തി അല്ലെങ്കിൽ ഏക ഒരു ജീവരാശി ഏതെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. അപ്പൊ അതിന് ശേഷം തൊൽക്കാപ്യം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണ് നാണം ഉണ്ടാക്കുന്നത്. അത് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത്രയും ഈ നാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മാത്രമുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നാണം? അതാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞത്, സ്ത്രീകൾക്ക് ഉള്ളതാണ് ഈ നാണം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് നാണം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പുരുഷരെ കണ്ട് നാണിക്കുന്നത് ആ നാണമല്ല പറയുന്നത്. ഏതൊക്കെ ചെയ്യുക, ചെയ്യാതിരിക്കുക, ചില പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തെറ്റായി പോകും, അല്ലെങ്കിൽ അത് അവരുടെ കുടുംബത്തെ തന്നെ ബാധിക്കും. അതാണ് ഈ നാണം എന്ന് പറയാം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ഏത് ശരി, ഏത് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത അവനുള്ളപ്പോൾ അവൻ എന്തുകൊണ്ട് മറ്റുള്ളവർ ചിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നാണിച്ചു പോകേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് ഈ കുറളിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഊണുട എച്ചം ഉയർക്കെല്ലാം, എല്ലാ ജീവരാശികൾക്കും എന്ത് വേണം? ഭക്ഷണവും ഡ്രസ്സും അത്യാവശ്യമാണ്. എന്നാൽ ഇതിലൊന്നും മാറ്റമില്ല. നാണുടമൈ മാന്തർ ചിറപ്പ്. മാന്തർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ഒരു മനുഷ്യന് മാത്രമാണ് ഈ നാണുടമൈ, നാണം എന്നുള്ളത് അവന് മാത്രമുള്ള ഒരു സവിശേഷത ആണ്. അപ്പൊ അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ് മനുഷ്യന്റെ കടമ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അവസാനം ഞാൻ പറയട്ടെ. 102 ഊൺ ഉടൈ എച്ചം ഉയിർക്കെല്ലാം വേറല്ല നാണുടമൈ മാന്തർ ചിറപ്പ്. ഊൺ, ഉടുപ്പ് എല്ലാം ഒരുപോലെ, മർദ്യർക്ക് നാണമോ സജ്ജന ഭൂക്ഷ. അത് ഭക്ഷണ രീതികൾ, വസ്ത്രധാരണം, മറ്റുള്ള കാര്യങ്ങൾ, ഇവ ഉയിർക്കെല്ലാം, മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം വ്യത്യസ്തമല്ല. എന്നാൽ ശ്രേഷ്ഠ ജനങ്ങളുടെ മികവ് അവയൊന്നുമല്ല. ഹീന കർമ്മങ്ങളിൽ അവർക്കുള്ള നാണമാകുന്നു. ആ ഒരു നാണമാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി മാറ്റുന്നത്. ഊണ്, ഉടുപ്പ്, നിദ്ര, കാമം, പ്രീതി തുടങ്ങിയ സകല കാര്യങ്ങളിലും മനുഷ്യർ ഒന്നുപോലെയാണ്. എന്നാൽ നാണം സജ്ജനങ്ങൾക്ക് മാത്രമുള്ള അലങ്കാരമാകുന്നു. തങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുകയില്ല. ഓവർ. Good evening to all. Tirukural, chapter 102. Nanundaimayai, sensitiveness to shame or modesty. It belongs to the Aram virtue section under domestic virtue. It's 10 couplets that detail the importance of a healthy conscience, the fear of doing evil, and why this moral restraint defines true mobility. Tirukural 1012.
ஊனுடை எச்சம் உயிர்க்கெல்லாம் வேறல்ல, நானுடை இம்மை மாந்தர் சிறப்பு. ഊണുടുപ്പെല്ലാം ഒരുപോലെ, മർത്തർക്ക് മാണമോ സജ്ജനഭൂഷ. Eating, dressing and other activities are common. Quality of man is identified through habit of shyness. It teaches that basic physical needs and fears are shared equally by all living creatures. However, true distinction and nobility among humans come from the sense of shame, the capacity to feel remorse for wrongdoings. Basic survival wise morality. Tiruvallur points out that eating, sleeping, and seeking shelter are biological necessities that humans share with animals. These do not make someone a good or distinguished person. The power of conscience, the defining trait that elevates a human being and makes them noble, is none. Modesty, the dread of doing evil, or a healthy sense of shame. It is this inner moral compass that keeps individuals from straying into unethical or harmful behavior. Thank you. Over, sir. 1013 குறள். ஊனை குறித்த உயிரெல்லாம் நான் என்னும் നന്മൈ குறித்தത് സാൽബ്. അതായത് ജീവരാശികൾ, ജീവനുള്ള ഏതുണ്ടെങ്കിലും ആ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഈ ശരീരമുള്ളത് കൊണ്ടാണ്. ഈ ശരീരം എന്ന് പറയുന്നതും ജീവനെ, അതായത് ഈ ജീവരാശികളിൽ ശരീരം നിലനിൽക്കണമെങ്കിൽ ജീവൻ വേണം, ജീവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. അതുകൊണ്ടാണല്ലോ ഇത് രണ്ടും ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ശരീരവും ആത്മാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശരീരം എന്നാണ് പറയുന്നത്. കാരണം രണ്ടിനും പ്രാധാന്യമുണ്ട്. ഒരു ശരീരത്തിന് ബല കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ജീവൻ വേണം, ജീവൻ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഒരു ശരീരം വേണം, ഇല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാതാവും. അപ്പൊ രണ്ടിനും വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് രണ്ടും ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോ ഇതില്ല, ഒന്നില്ലെങ്കിൽ ഒന്നില്ല, രണ്ടിന് ബന്ധം അങ്ങനെയാണ്. അപ്പൊ അതാണ് ഊനൈ കുറിത്ത ഉയിരെല്ലാം. ഊനെ എന്ന് പറഞ്ഞാൽ, ഊൻ എന്ന് പറയുന്നത് ഇവിടെ ശരീരമാണ്. അതായത് ചത എന്ന് പറയും, ഈ മസിൽസ്, അതിനെയാണ് ഈ ഊൻ എന്ന് പറയുന്നത്. ഇനി തമിഴിൽ വേറെ മീനിങ് ഉണ്ട്. ഇവിടെ പറയുന്നത് ശരീരം എന്നതിനെയാണ് ഈ ഊൻ എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. ഉയിരെല്ലാം, ജീവരാശികളെല്ലാം തന്നെ ഈ ശരീരത്തിനോടനുബന്ധിച്ചാണ് നടക്കുന്നതും നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും. നാൻ എന്നും നന്മൈ കുറിത്തത് സാൽബ്. എന്നാൽ സാൽബ് എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവം, നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ, ഈ സാൽബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് എന്ന് ഒരു പേര് കിട്ടണമെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം? നാണം വേണം. നാൺ എന്നും നന്മൈ, നാണം എന്ന നന്മ അദ്ദേഹത്തിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഈ നാണം ഉണ്ടെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യില്ല? തെറ്റായ അല്ലെങ്കിൽ മോശമായ പ്രവർത്തികൾ ഒന്നും തന്നെ ചെയ്യില്ല. നാണം ഇല്ലാതാവുമ്പോഴാണ് പലരും പല തെറ്റായ പ്രവർത്തികളിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മളിപ്പോ കണ്ടുവരുന്നത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പോ അവരുടെ അടുത്ത് നമ്മൾ അവർ പറയുന്നവരെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഈ കള്ള് കുടിച്ചിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഒരു ഡ്രങ്കൺ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നതിനൊന്നും വകവെക്കരുത്. കാരണം അദ്ദേഹം ഇപ്പൊ പറയുന്നതായിരിക്കില്ല നാളെ രാവിലെ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി സ്ഥിരതയില്ല എന്ന് തന്നെയാണ് ആ സമയം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അയാള് ഒരു നാണമില്ലാത്ത പല പ്രവൃത്തികളും അയാൾ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അയാളുടെ സെൻസ് ഓർഗാൻ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ നാണമുള്ളവരാണെങ്കിൽ ഓരോ പ്രവൃത്തികളും, മോശമായ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യില്ല. അപ്പൊ അത് അത്യാവശ്യമാണ് ഒരു മനുഷ്യന്. അപ്പോൾ ഒരാളെ സാൽബ് എന്ന്, അല്ലെങ്കിൽ നല്ലവൻ അല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൽ
ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ നാണമാണ്. അപ്പൊ നാണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരാളെ പറയില്ല. അതിൽ ഒന്നാണ് ഈ നാണം. സാൽവ് എന്ന് പറയുന്നതിലെ ഒരു ഘടകമാണ് ഈ നാണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. സാർ പറഞ്ഞു. 103 ஊனை குறித்த உயிரெல்லாம் நான் எண்ணும் നന്മ குறித்தത് സാൽബ്. രമേശ് നായർ പറയുന്നുണ്ട്, ഉടലിൽ അധിഷ്ഠിത ഉയരുകൾ നാണമാം സ്ഫുട നന്മയിൽ സദ്ഗുണങ്ങൾ. എല്ലാ ഉയരുകളും ശരീരത്തിൽ തന്നെ ഇരിപ്പിടമാക്കുന്നു. അതുപോലെ സദ്ഗുണങ്ങളുടെ മികവായത് നാണമാവുന്ന നന്മയെ ഇരിപ്പിടമാക്കുന്നു. അവൻ നാണത്തിന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാല് സദ്ഗുണങ്ങളാണ്. ആ സദ്ഗുണങ്ങളുള്ളിടത്തായിരിക്കും നാണവും കയറി പറ്റുക. ഉയരുകൾ തങ്ങൾക്ക് ആസ്ഥാനമായി ഉടലിനെ സ്വീകരിച്ചിരിക്കുന്നു. അതായത് ശരീരം ഉണ്ടെങ്കിലേ ജീവനുമുള്ളൂ. അതുപോലെ തന്നെയാണ് സദ്ഗുണങ്ങളുടെ കാര്യവും. നാണം എന്ന സ്ഫുടമായ നന്മ ഉണ്ടെങ്കിൽ മാത്രമേ സദ്ഗുണങ്ങളും ഉണ്ടാവൂ. അതാണ് രമേശ് പറഞ്ഞത്. ഉടലിൽ അധിഷ്ഠിത ഉയരുകൾ നാണമാ സ്ഫുട നന്മയിൽ സദ്ഗുണങ്ങൾ. ഓവർ. Thank you, sir. Quran 1013. All lives are contained within a fleshy body. Dignity is contained within the good quality of shyness. In this profound verse, Thiruvalluvar compares physical existence with moral excellence. He states that just as the soul requires a physical fleshy body to exist and manifest in this world, a person's true dignity and honor, kudi, can only reside within the noble virtue of shyness, which means having a conscientious dread of doing wrong. A body without a soul is just dead matter. Similarly, a life without this moral sensitivity is completely devoid of true dignity. Outer status or wealth means nothing if an individual lacks the inner moral compass that shrinks away from unrighteousness. A beautiful example of this principle can be found in the Ramayana, specifically in the character of Hanuman, when he finds himself in a moral dilemma in Lanka. While searching for Sita Devi in Ravana's palace, Hanuman had to enter the inner chambers, Antapura, at night, where he inadvertently saw many royal women sleeping in various states of dishevelment. Upon realizing where he was, Hanuman was suddenly overcome by a deep sense of internal shyness and moral dread. He thought to himself that looking at other men's wives in such a state was a grave violation of righteousness, dharma, and he feared his dignity and spiritual purity were compromised. However, his conscience remained clear because his mind was entirely pure. He was looking for Sita, not driven by desire. Hanuman's intense inner hesitation and the immediate spiritual discomfort he felt at the mere thought of committing a moral wrong perfectly illustrates Quran 1013. His true dignity was not in his immense physical strength, but in this profound protective wall of moral shyness that guarded his character. Over.
1014 குறள். அணி அன்றோ நாணுடைமை சான்றோர்க்கு அஃதின்றேல் പിണി അன்றോ പീഡ് നടൈ. ഇതും ഈ സാന്റോർ എന്ന് പറഞ്ഞാൽ നല്ലവർ എന്നാണ്. കാരണം അതില് ഈ നല്ലവർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ശീലങ്ങൾ ഉള്ളവരെയാണ് നമ്മൾ നല്ലവർ എന്ന് പറയുന്നത്? പെരിയാർ എന്ന് പറയും. ഈ പെരിയാർ എന്ന് പറഞ്ഞാൽ ഈ ഈവേര പെരിയാർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പെരിയാർ എന്നൊക്കെ പറയാറുണ്ട്. കാരണം അവരൊക്കെ സ്വഭാവങ്ങളിലും അവരുടെ പ്രവൃത്തി കൊണ്ടും മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ സാന്റോൻ അല്ലെങ്കിൽ സിറന്തവൻ എന്ന് പറയും. എന്ന് വെച്ചാല് ഇവിടെ അങ്ങനെ സാന്റോനായ ഒരാളുടെ സ്വഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നാണം എന്ന് പറയുന്നത്. അത് അണി അൻഡോ, അവർക്ക് അതാണ് ഭംഗി. ഇപ്പൊ നമ്മളിപ്പോ ഭംഗി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇന്ന് ശരീരത്തിലെ പുറമേ ഉള്ള ഈ കാണുന്നവർക്ക് ഭംഗി തോന്നണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ക്രീമുകൾ ഇടുന്നുണ്ട്, പിന്നെ പല പല ആഭരണങ്ങൾ വാങ്ങിച്ചിടുന്നുണ്ട്, എന്നിട്ട് നല്ല കളർഫുള്ളായ ഡ്രസ്സ് ഇടുന്നുണ്ട്. ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ ഭംഗി എന്ന് പറയുന്നത് അവന്റെ സ്വഭാവമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നാണം. ഈ നാണം എന്ന് പറയുമ്പോൾ അത് എന്താണ്? മറ്റുള്ള മോശം പ്രവർത്തികളിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത, ആ പ്രവൃത്തികളിലോട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത സ്വഭാവമുള്ളവനായിരിക്കണം. അതാണ് അണി അൻഡോ നാണുടമൈ സാன்றോർക്ക്. ഈ നാണുതൽ എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. മോശം പ്രവർത്തികളൊന്നും തന്നെ ചെയ്യില്ല, കള്ളം പറയില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, ഇനി കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് പേര് കിട്ടും, അല്ലെങ്കിൽ ഞാൻ മോശമാവുമല്ലോ എന്ന ഒരു ഭയവും ഒരു നാണവും ആണ് അവർക്ക് ഭംഗി. അവരുടെ സൗന്ദര്യം കൂട്ടുന്നത് ഈ സ്വഭാവമാണ്. അകതിൻ്റെൽ പിണി അൻഡോ പീഡ് നടൈ. അത് ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആള്, അതായത് ഈ സ്വഭാവം, നല്ല സ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയവനാണ് എന്ന ഒരു ധാരണയിൽ നടക്കുകയാണെങ്കിൽ ആ നടത്തം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പിണി അൻഡോ പീഡ് നടൈ. അത് ഒരു രോഗി എണീറ്റ് നിന്ന് ഒരു രോഗിയുടെ നടത്തം എങ്ങനെയായിരിക്കും നമുക്കറിയാം. എത്ര തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വിൽ പവർ കൂടുതലാണെങ്കിൽ പോലും അസുഖം വരുമ്പോൾ തീർച്ചയായും നമ്മളൊന്ന് സാധാരണ നടക്കുന്നതിനേക്കാളും നമ്മുടെ നടത്തത്തിൽ ഒരു വ്യത്യാസം വരും. അതുപോലെയാണ് അത്. അതായത് തെറ്റ് ചെയ്യുന്നവൻ ഞാൻ വലിയവനാണ്, ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. കാരണം അവനെ ആരും റെസ്പെക്ട് ചെയ്യില്ല. എന്നാൽ ഈ മറ്റുള്ളവരാണെങ്കിൽ എത്ര തന്നെ ഭവ്യതയോടുകൂടി വളരെ ഒരു താഴ്ന്നു നടക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അദ്ദേഹമാണ് ശരിക്കും നല്ല സൗന്ദര്യമുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോ എന്തായിരിക്കണം? നാണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ തന്നെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതാണെന്നാണ് ഈ കുറിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. പറയട്ടെ? ഞാൻ പറയാം. കുറൾ 1014. അണിയൻഡോ നാണുടമൈ ചാன்றോർക്ക അതിൻ്റെൽ പിണിയൻഡോ പീഡു നടൈ. അണിയല്ലോ നാണം മഹാന്മാർക്ക്, അതില്ലെങ്കിൽ പിണിയല്ലോ പ്രൗഢികളെല്ലാം. അരുതാത്ത കാര്യത്തിൽ നാണവും ദൂഷണം, ഡമ്പിനായി വാണിടിൽ ലോകം ഹസിച്ചിടും. ഒരാളിന് ഭൂഷണമായിട്ടുള്ളത് എന്താണ്? നാണം. ഭംഗി കൂട്ടവൻ, യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ഭംഗിയല്ല, സ്വഭാവത്തിന്റെ ഭംഗിയാണ് ഭംഗി. ഭംഗി കൂട്ടാൻ നാം പലതും ചെയ്യും. മേക്കപ്പ് ഇടും, ബ്യൂട്ടി പാർലറിൽ പോകും, പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അതൊന്നും ഭംഗിയല്ല. യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ്. സൗന്ദര്യം ഒരാളിന് ദൂഷണമായി തീരുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളിലുള്ള നാണം. കൂസലില്ലാത്ത അഹങ്കാരിയെ ലോകം പരിഹസിക്കും. അയാൾ രോഗി
നല്ല മിടുക്കനാണ്, ഞാൻ ആരോഗ്യവാനാണെന്ന് മറ്റുള്ളവർ മുന്നിൽ അഭിനയിക്കും, ഒട്ടും വയ്യെങ്കിലും. അതുപോലെയാണ് ഈ ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് നല്ലവനാണെന്ന് മറ്റുള്ളവർ മുന്നിൽ നടിക്കുന്നത്. ഒരു നാണവുമില്ലാത്ത അഹങ്കാരിയെ ലോകർ പരിഹസിക്കും. അയ്യേ നാണക്കേട് എന്ന ചിന്ത ദുഷ്പ്രവൃത്തികൾ ചെയ്യും മുമ്പേ തന്നെ ഉണ്ടാകണം. നാം ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അയ്യോ അത് തെറ്റാണ്, അത് ചെയ്യുന്നത് നാണക്കേടാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രീഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അണിയൻറ്റോ നാണുടമൈ ചാൻറ്റോർക്കാർ അതിൻ്റെ പിണിയൻറ്റോ പെടുനടൈ. താങ്ക് യു. കുറൾ 1014. Kural 1014. Aniyandu നാണുടൈമൈ ചാൻഡോർക്ക തിന്തേൽ പിണിയൻഡു വീടു നടൈ. സാറേ ഇത് ഇപ്പൊ പറഞ്ഞത് ഇതല്ലേ സാറേ? യെസ്. 1014. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അണിയല്ലോ ഇംഗ്ലീഷിലാണ് പറയുന്നത്. നാണ മഹാന്മാർ കതില്ലെങ്കിൽ പിണിയല്ലോ പ്രൗഢികളല്ല. Ornament to gentlemen is shyness. Without that, walking proudly is symptom of disease. This Quran emphasizes that modesty and the internal sense of shame are the true ornaments of noble individuals. Without this dignified modesty, any boastful, arrogant strides a person takes are viewed as a painful affliction. It's a general meaning. For wise and noble individuals, the inner sense of modesty or healthy shame serves as a beautiful defining jewel. However, if a person lacks this internal grace, their haughty, boastful pride and arrogant demeanor become a disease that negatively affects society. Thank you. Over. 1015 കുറളാണ്. പിറർ പഴിയും തമ്പഴിയും നാണുവാർ നാണുക്ക് ഉറൈപതി എന്നും ഉലക്. അതായത് പിറർ പഴിയും തമ്പഴിയും നാണുവാർ എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചിതപ്പേര് കിട്ടും, അല്ലെങ്കിൽ ഞാൻ മോശമാണ് എന്ന് മറ്റുള്ളവർ നമ്മെ പഴിക്കും എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും മോശം വന്നാൽ എൻ്റെ പേരല്ലേ ചീത്തയാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ബോധേഡായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകുമോ, ഞാൻ ഇത് ചെയ്യുന്നത് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും മോശം പഴി അവർ ചുമക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നതും കൂടിയാണ്. അതാണ് മനുഷ്യൻ. പലരും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. ഇന്ന് പലരും എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വന്നാൽ എനിക്ക് എന്ത് ഗുണമാണ്, എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അത് ഞാൻ ചെയ്യാം. മറ്റുള്ളവർക്ക് എന്ത് വരുന്നു, അവർക്കൊരു ചീത്ത പേര് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്യും എന്ന ഒരു സ്വഭാവമാണ് ഇന്ന് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിലും അടിപിടി ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും വർക്ക് സ്പേസിലും ഇതാണ് ഈഗോയുടെ പുറത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചീത്തപ്പേര് കിട്ടുമെങ്കിൽ ഞാൻ ഇത് വളരെ ഭംഗിയായി നടത്തിത്തരാം എന്ന് പറയും. കാരണം അതാണ് ഇന്നത്തെ കാലത്ത്. അത് എഡ്യൂക്കേഷൻ ഉള്ളവരിടത്തുമുണ്ട്, ഇല്ലാത്തവരിടത്തുമുണ്ട്. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമായി മാറിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എന്നാൽ വള്ളുവരുടെ കാലത്തും ഇത് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പിറർ പഴിയും തമ്പഴിയും നാണുവാർ, അതായത് മറ്റുള്ളവർക്ക് വരുന്നതിനെ കൂടി ആലോചിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് ദ്രോഹമോ മറ്റുള്ളവർക്ക് പഴി കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയോ ചെയ്യരുത്. എനിക്കും വരരുത്, മറ്റുള്ളവർക്കും വരരുത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉള്ള ആളെ നാണുക്ക് ഉറൈപതി എന്നും ഉലക്. അങ്ങനെയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിനെ എപ്പോഴും നാണത്തിന്റെ ഉറവിടമാണ് എന്നാണ് പറയുന്നത്. കാരണം നാണം ഇദ്ദേഹമാണ് അതിന്റെ എല്ലാ ശക്തിയുമുള്ള മനുഷ്യൻ, നാണത്തിന്റെ മുഴുവനും ഉള്ള ഒരാളാണ്. കാരണം ഈ നാണം എന്ന് പറയുന്നതാണല്ലോ
ഒരു മനുഷ്യനെ ഉയരത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അപ്പൊ അത് ആയതുകൊണ്ട് അതാണ്, അങ്ങനെയുള്ള ആളിനെയാണ് ഈ നാണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. എന്നാണ് ഈ ലോകം അദ്ദേഹത്തിനെ പുകഴ്ത്തും. കാരണം അദ്ദേഹം അത്രയും, കാരണം നമുക്ക് സ്വാഭാവികമായി നമുക്കറിയാം, ഒരു മനുഷ്യനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തില്ല, ഒട്ടും തന്നെ ഇല്ല. അന്ന് ഏതോ 1-2 പേരെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ലാതായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അതിനെ ഈ ലോകം മുഴുവനുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആളിനെ പോറ്റും. കാരണം അത് ആരുടെ അടുത്തും ഇല്ലാത്തൊരു സ്വഭാവമാണ് എന്നതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ പറയട്ടെ, ആ 1015 പിറർ പഴിയും തമ്പഴിയും നാണുവാർ നാണുക്ക് ഉറൽ പതി എന്നും ഉലകി. അന്യർ പഴി തൻ പഴിയും അഞ്ചുന്നവർ നാണത്തിന് ഉറവിടം വാഴ്ത്തും ഉലകം. അന്യന്മാർക്കുണ്ടാകുന്ന പഴിയും തനിക്കുണ്ടാകുന്ന പഴിയും ഒരുപോലെ ഭയപ്പെടുന്നവരായ സജ്ജനങ്ങൾ നാണം എന്ന വിശിഷ്ട ഗുണത്തിന്റെ ഇരിപ്പിടം എന്ന് ഈ ലോകം വാഴ്ത്തും. അന്യന്മാർക്കും തനിക്കും ഉണ്ടാകുന്ന നാണക്കേട് ഒരുപോലെ കരുതി ലജ്ജിക്കുന്നവനായ സജ്ജനങ്ങളെ നാണം എന്ന സദ്ഗുണത്തിന്റെ ഉറവിടമായി ലോകം പ്രകീർത്തിക്കുന്നു. അന്യർ പഴി തൻ പഴിയും അഞ്ചുന്നവർ നാണത്തിന് ഉറവിടം വാഴ്ത്തും ഉലകം. സർ, ജോർജ് സാറേ പറഞ്ഞു. Okay, thank you, sir. കുറൽ 1015 പിറർ പഴിയും തമ്പഴിയും നാണുവാർ നാണക്കുറൈപ്പതി என்றும் ഉലകു. അന്യർ പഴി തൻ പഴിയും അഞ്ചുന്നവർ നാണത്തിൻ ഉറവിടം വാഴ്ത്തും ഉലകും. Those ashamed of own mistakes and that of others are called owners of shame. This Quran states that a truly modest person is one who feels ashamed for the faults of others just as they would for their own. The world regards them as the true dwelling place of virtue and honor. Deeper meaning, empathetic conscience. True shame in this context does not mean weakness or timidity. It refers to a high moral conscience, universal accountability. A righteous person understands that we are deeply connected as a society. Therefore, they take on a share of the emotional burden of the world's flaws and their neighbors' mistakes, treating the misdeeds of others as a collective failure rather than something to gloat over. About the virtue, because of this elevated, unselfish sense of right and wrong, the community respects such a person as the very definition and sanctuary of moral decency. Thank you. Over. 1016 കുറൾ. നാൺ വേലി കൊള്ളാത് മന്നോ വിയഞ്ഞാല പേണലർ മേലായവർ. അതായത് ഈ തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വരുന്ന പഴിയെ പോലും, ആ പഴി കിട്ടുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത നല്ലവരായ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് വന്ന് ഈ ലോകം മുഴുവനും നിനക്ക് തരാം, നീ ഈ ലോകത്തുള്ള എല്ലാം നീ എടുത്തോ, എന്നാൽ നീ ഈ ഒരു പ്രവൃത്തി ചെയ്യ് എന്ന് പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി ഇദ്ദേഹത്തിനൊരു പഴി കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല. കാരണം അങ്ങനെ തനിക്ക്
ഒരു മോശം ആ, ആ, പേര് കിട്ടുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യില്ല. അതിന് പകരമായി ഈ ലോകം മുഴുവനും തന്നാലും അത് ഏൽക്കുകയില്ല എന്നതാണ് ഈ ഖുറൽ പറയുന്നത്. നാൺ വേലി കൊള്ളാത്, അതായത് തനിക്ക് കിട്ടുന്ന പഴിച്ചൊല്ല് കിട്ടും, അല്ലെങ്കിൽ ഞാൻ മോശമാണ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ മേലായവർ, അതായത് ആ, എന്താ പറയണം, സാൻഡോർ അല്ലെങ്കിൽ ഉയർന്നവർ എന്ന് പറയുന്ന അവരാണെങ്കിൽ അവർക്കൊരു വേലി വെച്ചിട്ടുണ്ട്. വേലി എന്ന് പറയുന്നത് ഇതിനപ്പുറം ഞാൻ കടക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി എപ്പോഴും നന്മ മാത്രം ചിന്തിക്കുന്നത്, നന്മ മാത്രം പ്രവർത്തിക്കുന്നത്. ഞാൻ എനിക്ക് മോശം പേര് കിട്ടുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല എന്നാണ് അവരൊരു വേലി, അതായത് അവർക്ക് ഒരു സംരക്ഷണ ഭിത്തി കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സംരക്ഷണ വേലി അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തിയെ കടന്ന് ഒരു കാര്യവും ചെയ്യില്ല. അതിന് പകരമായി പേണലർ മേലായവർ, വിയഞ്ഞാലം പേണലർ, ഈ വലിയ ലോകം മുഴുവനും തന്നാലും അത് അവരെ ഏൽക്കില്ല. കാരണം അവർക്ക് മോശമായ ഒരു പേര് കിട്ടുമെന്നുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കുകയില്ല. കാരണം അവർക്ക് അവരുടെ നല്ല പേരാണ് ആവശ്യം, നന്മ മാത്രമേ അവർ ചെയ്യൂ എന്നുള്ളതാണ് ഈ ഖുറലിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ നമ്പർ പറഞ്ഞോളൂ. 1016. നാൺവേലി കൊള്ളാവുമന്നോ വിയന്തലർ പേണലർ മേലായവർ, ദുഷ്കീർത്തിതൻ വേലിയായി മേവിയിടുന്നു, വിസ്തൃതം ലോകമേ അല്ലതാൻ നാണമാം. എന്ന് വെച്ചാല് നല്ല മനുഷ്യർ എത്ര തന്നെ നന്മ നമുക്ക് എന്ത് തന്നെ കിട്ടും തരാമെന്ന് പറഞ്ഞാലും അവരത് ചെയ്യുകയില്ല. തിന്മയ്ക്ക് കൂട്ടു നിൽക്കുകയില്ല. ഈ ലോകം മുഴുവൻ നൽകാം എന്ന് പറഞ്ഞാലും അവർക്ക് ഒരു വേലിയുണ്ട്, സംരക്ഷണ കവചം, പ്രൊട്ടക്ഷൻ. അത് കഴിഞ്ഞ് അതിനപ്പുറം ആ ലക്ഷ്മണരേഖ കടന്ന് അവർ പോവുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. എത്ര തന്നെ സമ്പത്ത് തരാം അങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനവര് വഴങ്ങുകയില്ല. ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും. ദുഷ്കീർത്തിയുടെ വരമ്പായി നിൽക്കുന്നത് ലോകമല്ല, നാണമാണ് എന്ന് മനസ്സിലാക്കും. നാണമുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ദുഷ്പ്രവൃത്തി ചെയ്യുകയില്ല. ഏറ്റവും നല്ലവരായിട്ടുള്ളവർ തങ്ങളുടെ രക്ഷയ്ക്കായി നാണമെന്ന വേലി സ്വീകരിക്കാതെ ഈ വിശാലമായ ഭൂമിയിൽ ജീവിതം തുടരുകയുമില്ല. ദുഷ്കീർത്തിയുടെ വരമ്പായി നിൽക്കുന്നത് ലോകമല്ല, നാണമാണ് എന്ന് സാരം. നാണമുള്ളവർ ഒരിക്കലും ദുഷ്പ്രവൃത്തി ചെയ്യുകയുമില്ല. അവർ അതിർവരമ്പ് കടക്കുകയില്ല. അവരുടെ ആ ലിമിറ്റിനുള്ളിൽ നിന്ന് തന്നെ നന്മ ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ. എനിക്ക് നല്ലത് ചെയ്താൽ മാത്രം മതി, എനിക്ക് ഒരിക്കലും എത്ര തന്നെ സമ്പത്ത് കിട്ടിയാലും ഞാൻ എൻ്റെ വഴി വിട്ട് ഉള്ള ഒരു പ്രവൃത്തിക്കും കൂട്ടു നിൽക്കുകയില്ല എന്ന് അവർ ചിന്തിക്കും. താങ്ക് യു. മറ്റുള്ളവർക്ക് വഴി കിട്ടുന്ന കാര്യം പോലും അവർ ചെയ്യുകയില്ല. തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ദോഷം വരുമോ എന്ന് ചിന്തിക്കും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ. ഞാൻ ഇന്നത് ചെയ്താൽ അയാൾക്കത് ദോഷമായി ഭവിക്കുമോ, അങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞു പോലും അവർ ചിന്തിച്ച് ഒരു തെറ്റും ചെയ്യാതെ നന്മയുടെ വിളവിലമായി നിലകൊള്ളും എന്നാണ് ഖുറൽ പറയുന്നത്. ഖുറൽ 1016. നാൺവേലി കൊള്ളാതു മന്നോ വിയഞ്ഞാലം പേണലർ മേലായവർ. താങ്ക് യു. Gentlemen, do not continue life in this vast earth without the fencing of shame. ഖുറൽ 1017. நாணால் உயிரை துறப்பர், உயிர் பொருட்டால் நான் துறவார் நான் ആൾബവർ. അതായത് നേരത്തെ മുന്നത്തെ ഖുറലിൽ പറഞ്ഞായിരുന്നു, ഈ ലോകം മുഴുവനും കൊടുത്താൽ പോലും മറ്റുള്ളവർക്കും തനിക്കും ഒരു ചീത്തപ്പേര് വരുന്നത് ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ സാൻഡോർ അല്ലെങ്കിൽ ഉയർന്ന ആള്
ഉയർന്ന ആളെന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ല മീൻ ചെയ്യുന്നത്, വളരെ നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ എന്നാണ്. നാണാൽ ഉയിரை തുറപ്പർ. ഈ ആ, ഈ നാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്നത്. അതായത് ഞാൻ നാണിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ തലകുനിച്ചു പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. ആ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ജീവൻ അപഹരിക്കുകയാണെങ്കിൽ പോലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ മോശം പ്രവൃത്തി ചെയ്യില്ല. കാരണം അത് എനിക്ക് ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവനല്ല. അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടം കിട്ടിയാലും വേണ്ട എന്ന് വയ്ക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജീവൻ പോയാലും ഞാൻ അതിനെ വലുതായിട്ട് കാണില്ല എന്നുള്ളതാണ് ഈ ഖുറൽ പറയുന്നത്. നാണാൾ ഉയിரை തുറപ്പർ, അതായത് ഈ കാര്യം ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും എന്ന് പറഞ്ഞാലും ഈ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഉയിർ പൊരുട്ടാൽ നാൺ തുറവാർ നാണാൾബവർ. ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും നമുക്കറിയാം ഈ മോശം പ്രവൃത്തി അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് ഇയാൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അങ്ങനെ ആയാൽ പോലെ എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തോ എന്നാണ് പറയുന്നത്. ഉയിർ പൊരുട്ടാൽ ആ ജീവന് വേണ്ടി മാത്രം നാൺ തുറവാർ, താൻ കൈക്കൊണ്ടിരിക്കുന്ന താൻ അത് ഇതാണ് എൻ്റെ വ്രതം എന്ന ഒരു ചിന്തയിൽ ഒഴുകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നാണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. തുറവാർ നാൺ ആൾബവർ, ഈ നാണത്തിനെ കൊണ്ട് ജീവിക്കുന്ന ആൾ, നാണം അദ്ദേഹത്തിനെ ഭരിക്കുന്നിടത്തോളം നാണമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അതിനെ ഉപേക്ഷിക്കുവാൻ അയാൾ തയ്യാറല്ല. ജീവനെ വേണമെങ്കിലും കൊടുക്കും, എന്നാൽ നാണത്തിനെ വിട്ടുകൊടുക്കില്ല എന്നതാണ് ഈ ഖുറൻ. ഓക്കെ, താങ്ക് യു. 1017 நாணாள் உயிரை துறப்பர் உயிர் பொருட்டால் നാൺതുറവാർ നാണാൾബവർ. പ്രാണനേക്കാൾ വലുതാണ് നാണം എന്ന് കരുതുന്ന ഉത്തമന്മാർ നാണത്തെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാണൻ വെടിയും. അല്ലാതെ നാണം കെട്ടും ജീവിച്ചു കളയാം എന്ന് അവർ ഒരിക്കലും കരുതുകയില്ല. നാണത്തിനായി ഉയിർ പോക്കും, ഉയിരിനായി നാണത്തെ പോക്കില്ല നല്ലോർ. ഇതിനേക്കാൾ ഭംഗിയായിട്ട് പറയാൻ ഞാനൊരു രീതിയില്ല. ജീവനേക്കാൾ വലുതാണ് നാണം. അതുകൊണ്ട് ആ ജീവനെ വെടിഞ്ഞിട്ടാണെങ്കിൽ പോലും നാണത്തോട് ജീവിക്കാൻ, നാണം എന്നുള്ള ആ സദ്ഗുണത്തെ കൈവിടിയാതിരിക്കാൻ ജനങ്ങൾ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഓവർ. Owners of shame will live life as the breaking of shame. They won't give up shame to protect life. 1018 ഖുറൽ. പിറർ നാണത്തക്കത് താൻ നാണാനായിൻ അறம் നാണത്തക്കതുടൈത്ത്. അതായത് മറ്റുള്ളവരൊക്കെ ഈ ഒരു കാര്യം ചെയ്യുവാൻ മടിക്കുന്ന ഒരു കാര്യത്തെ, അതായത് ഈ മോശം പേര് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവൻ മോശമായവനാണ്, അയ്യോ ഇങ്ങനെയൊക്കെയാണോ ഇവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവനെ ഒരു ദുഷ്പേരുണ്ടാക്കുന്ന, ദുഷിക്കുന്ന, ലോകമെല്ലാം ദുഷിക്കുന്ന ഒരു പ്രവൃത്തി. ആരും ഈ ഒരു കാര്യം ചെയ്യാൻ മടിക്കും. അയ്യോ ഇത് കാരണം എനിക്ക് എന്ത് തന്നാലും ഞാനിത് ചെയ്യില്ല, കാരണം എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എനിക്കും ഒരു നല്ല പേരുണ്ട്, എനിക്കൊരു മോളുണ്ട്, മോനുണ്ട്, ഞാനെന്തിനാ ഇത് ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് അങ്ങനെയാണ് അയാൾ പറയുന്നത്. അയാൾ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെ ആ പ്രവൃത്തിയെ പറയുന്നത്. എന്നാൽ ഒരാള് ആ പ്രവൃത്തിയെ ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും ഇവൻ ഇങ്ങനെ ചെയ്തോ എന്നിങ്ങനെ മോശമായി പറഞ്ഞിട്ട് പോലും പക്ഷെ അത് തോന്നുന്നില്ല. അവൻ ആ പ്രവൃത്തിയെ
ഞാനിത് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ അതിനെ ആ പ്രവൃത്തിയെ തന്നെ അവൻ വലിയ കാര്യമായി, ഞാൻ ഏറ്റവും വലിയ കാര്യം ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ആരും ചെയ്യില്ല, ഞാനാണ് അത് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ ആ പ്രവൃത്തി കൊണ്ട് അവൻ എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ വിചാരിക്കുകയാണെങ്കിൽ അവന്റെ അടുത്ത് ഈ നന്മകളൊന്നും തന്നെ അടുത്തു പോലും വരില്ല. കാരണം അവൻ എന്താണ് ഈ ധർമ്മരാജാവ് അല്ലെങ്കിൽ ധർമ്മം പോലും നീങ്ങി നിൽക്കും അവന്റെ അടുത്ത് നിന്ന്. അങ്ങനെ പിറർ നാണത്തക്കത് താൻ നാണാനായിൻ. മറ്റുള്ളവരൊക്കെ ഇത് ചെയ്യുവാൻ നാണിച്ച് മാറി നിൽക്കുമ്പോൾ താൻ പോയി അത് ചെയ്യുകയാണെങ്കിൽ, ചെയ്തത് മാത്രമല്ല അവൻ അതിൽ അഭിമാനിക്കുകയാണ്, ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, ഞാനൊരു പ്രൊഫസർ ആയതുകൊണ്ട് പറയാണ്, കോളേജിലെ കുട്ടികളുടെ അടുത്ത് നമുക്ക് പറയുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സിനെ ഇൻസൾട്ട് ചെയ്തു പോകുന്ന കുട്ടികളെ കാണാം. അവരത് സാധാരണ നമ്മൾ പറയും ഗുരുത്വമുണ്ടെങ്കിൽ ഗുരുവിനെ നിന്ദിക്കരുതെന്ന് പറയും. എന്നാൽ ഇപ്പോൾ ഗുരുവിനെ നിന്ദിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവരുമല്ല, ഒരു ചില കുട്ടികൾ അങ്ങനെയുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിനെ നിന്ദിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നത്, ഞാൻ ആ ടീച്ചറെ അങ്ങനെ ചെയ്തു, ആ സാറിനെ ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് ഇതുപോലൊരു ഇതില്ല എന്ന് പറയുന്ന കുട്ടികൾ ഇന്നും ഉണ്ട്. അങ്ങനെ ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ധർമ്മം മാറി നിൽക്കും, ഒരിക്കലും അടുക്കില്ല. അറം നാണത്തക്കത് ഉടൈത്ത്. അറം എന്ന് പറയുന്നത് ധർമ്മം, നാണത്തക്കത് അത് ഈ നാണമില്ലാത്ത ഈ മനുഷ്യന്റെ അടുത്ത് അടുക്കുക പോലും ചെയ്യില്ല, മാറി നിൽക്കും. കാരണം ഒരു പ്രയോജനമില്ല, ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കും. ഓക്കെ, താങ്ക് യു. പറയട്ടെ? അല്ല, ഞാൻ പറഞ്ഞോളൂ. 1018 പിറർ നാണത്തക്കതു താൻ നാണാനായിൻ അറം നാണേ തക്കതു ഉടൈത്തു. ഘോരമാം പാതക കർമ്മത്തിൻ നാണവും തോന്നുന്നേയില്ലെങ്കിൽ ധർമ്മവും മറ്റിടും. മറ്റുള്ളവർക്ക് അത്ര മോശമായി തോന്നുന്ന ദുഷ്കർമ്മങ്ങൾ പോലും ചെയ്യുന്ന ചിലരുണ്ട്. നാണം തോന്നുകയില്ല അവർക്ക്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ധർമ്മം എന്ന ഉത്തമ ഗുണം ഒരിക്കലും വരികയില്ല. ധർമ്മം അവരെ തീണ്ടുക പോലുമില്ല. നാണമില്ലാത്തവന് ധർമ്മബോധം ഉണ്ടാവുകയില്ല എന്നർത്ഥം. അയാൾ ഒരു ദുഷ്കർമ്മം ചെയ്തിട്ട് അയാൾ ഞാൻ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളും. മറ്റുള്ളവർക്കും അത് മനസ്സിലാവും അയാൾ ചെയ്യുന്നത് നാണം കെട്ട പ്രവൃത്തിയാണ് എന്ന്. അങ്ങനെ ആയാലും അയാൾ ചെയ്യുന്നവന് അതുകൊണ്ട് യാതൊരു കുറ്റബോധവും ഉണ്ടാവുകയില്ല. അറിയുന്ന സമയത്ത് തന്നെ അന്യർ നാണിച്ചു പോകുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഞാൻ തന്നെ നാണിക്കാത്തവനായി തീരും എന്നാണ് പറയുന്നത്. ധർമ്മദേവത നാണത്താൽ ലജ്ജിച്ച് അയാളിൽ നിന്നും അകന്നു പോകും. ധർമ്മദേവത ഒരിക്കലും അയാളുടെ അടുത്ത് വരികയില്ല. നാണമില്ലാത്തവന് ധർമ്മബോധം ഉണ്ടാവുകയുമില്ല എന്നാണ് പറയുന്നത്. നാണം ഉണ്ടെങ്കിലേ ധർമ്മബോധം ഉണ്ടാവൂ. ഇന്നത്തെ കാലത്തുള്ള ഗുരു ശിഷ്യ ബന്ധത്തിലും നല്ലതും പോസിറ്റീവും നെഗറ്റീവുമായ ആൾക്കാരുണ്ട്. ഗുരുവിനെ നിന്ദിക്കുന്നവരും ഉണ്ട്, ഗുരുവിനെ ആരാധിക്കുന്നവരും ഉണ്ട്. ഇവിടെ എത്ര മോശം പ്രവൃത്തി ചെയ്താലും ചിലർ അതിൽ ദുഃഖിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ധർമ്മം വരികയുമില്ല എന്നാണ് പറയപ്പെടുന്നത്. 1018 പിറന്നാണത്തക്കതു താൻ നാണാനായിൽ നറം നാണത്തക്കതോടൈത്തു. താങ്ക് യു. സാബു സാർ സാറേ വായിച്ചോ. 1018. If one is not shameful in a matter of speech, others get ashamed. The deity of Dharma too, out of shame, will neglect him. People should
ashamed for doing things which other people not wishing to do, or their same find shame in doing those things. If it is not so, the deity of Dharma, the god of Dharma, will not go near to them and keep away from them. Over. 1019 കുറൾ. കുലം ചുടും കൊள்கை പിழைപ്പിൻ നലം ചുടും നാണിന്മൈ നിന്റെ കടൈ. അതായത് ഇനി ഈ നാണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. കുലം ചുടും കൊൾക്കൈ പിഴപ്പിൻ. ഈ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, അല്ലെങ്കിൽ നല്ല ഒരു ആളാണ്, എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ചെയ്യുന്നതാണ്, കള്ളം പറയില്ല, ഒരു മോശം പ്രവർത്തികളിലൊന്നും ഇടപെടത്തില്ല, ഒരാളെയും നിന്ദിക്കില്ല, എല്ലാവരോടും സ്നേഹത്തോടും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ ലോകം പറഞ്ഞറിയപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് മോശം പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കുലം തന്നെ നശിച്ചു പോകും. കാരണം അവരുടെ കുടുംബം ഇല്ലാതാകും. അതാണ് ഈ കുറളിൽ പറയുന്നത്. കൊൾകൈ പിഴപ്പിൻ കുലക്കെടും. അദ്ദേഹം ഇതുവരെ നമ്മൾ പറയാണ്ട് ഇത് എൻ്റെ പോളിസിയാണ്. ഓരോരുത്തർക്കും ഓരോ പോളിസി കാണും. ഞാനിത് ഈ അമ്പലത്തിൽ പോവില്ല എന്നൊരു പോളിസി ഉള്ളവരുണ്ട്, ഞാൻ മാംസം ഭക്ഷിക്കില്ല എന്ന പോളിസി ഉള്ളവരുണ്ട്, മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ ശമ്പളത്തിന്റെ ഇത്ര വിഹിതം എടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യും എന്ന പോളിസി ഉള്ളവരുണ്ട്. ഇങ്ങനെ പല പല പോളിസി നമ്മൾ എടുക്കാറുണ്ട്. 1 ജനുവരി 1 ആകുമ്പോൾ നമ്മൾ പറയാം ഞാൻ ഈ വർഷം ഇതേ ചെയ്യൂ അതേ ചെയ്യൂ. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ഈ ഒരു മോശം പ്രവൃത്തിയും ചെയ്യാതെ ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, നേർവഴി കൂടി സഞ്ചരിക്കുന്നു, നേർവഴിയിൽ കാശ് സമ്പാദിക്കുന്നു, നേർവഴിയിൽ ജീവിച്ചു പോരുന്ന ഒരാള് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും വ്യതിചലിച്ച് വേറെ മറ്റുള്ളവരൊക്കെ മോശമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നാണിന്മൈ നിന്റെ കടൈ, അവനെ ഈ നാണം തന്നെ എന്താകും, അവന്റെ എല്ലാം, ഈ നാണമില്ലാത്ത ഈ പ്രവൃത്തി തന്നെ അവന്റെ കയ്യിലുള്ള എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും. അത് കാശ് മാത്രമല്ല, അവന്റെ സൽപ്പേര് എല്ലാം പോകും. അപ്പോ ഇത്രയും നാള് സൽപ്പേരോട് ജീവിച്ച് നല്ലവനാണ്, നല്ലത് മാത്രമേ ചെയ്യൂ എന്ന ഒരു പേരോട് ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും മോശമാകും. കാരണം അവൻ ഇത്രയും നാൾ അവന്റെ ഒരു ബിംബമാണ് നല്ലവൻ എന്ന് പറയുന്നത്, അത് അപ്പോഴേ തറയിൽ വീണ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്നും വ്യതിചലിച്ച് പോവരുത് എന്നതാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. 1019 കുലം ചുടും കോൾകൈ പിഴപ്പിൻ നലം ചുടും നാണിന്മൈ നിന്റെ കടൈ. അതില് നമ്മൾ മിസ്നർ എടുക്കുന്നത് എങ്ങനെയാണ്? കൊൾകൈ പിഴപ്പിൻ കുലം ചുടും. ശ്രേഷ്ഠവും പരമ്പരാഗതവുമായ ആദർശങ്ങൾ പിഴച്ചുപോയാൽ അത് നിമിത്തം അങ്ങനെ ഉള്ളവൻ ജനിച്ച് കുലം തന്നെ കെട്ടുപോകും. അതാണ് കൊൾകൈ പിഴപ്പിൻ കുലം ചുടും. ഇനി അടുത്തത്, നാണമില്ലായ്മ ഒരുവനിൽ നിലനിൽക്കുന്ന പക്ഷം അത് അവന്റെ എല്ലാ നന്മകളെയും ചുട്ടരിക്കും. രണ്ടാമത് പറയുന്നത്, നേരത്തെ കൊൾകൈ പിഴപ്പിൻ കുലം ചുടും എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു നാണിന്മൈ നിന്റെ കടൈ നലം ചുടും. പരമ്പരാഗതവും
പരക്കെ ആദരിക്കപ്പെടുന്നതുമായ ആദർശങ്ങൾ തെറ്റിക്കുന്ന ഒരുവൻ കുലമഹിമയെ തന്നെ നശിപ്പിച്ചു കളയുന്നു. അതുപോലെ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തികളിൽ അഭിരമിക്കുന്ന ഒരുവൻ തനിക്ക് ഉണ്ടാകേണ്ട സകല നന്മകളെയും ഒറ്റയടിക്ക് തകർത്ത് കളയുന്നു. തെറ്റും ആചാരം കുലം കെടുക്കും, നലം കെട്ടുപോവും, നാണം വെടിഞ്ഞാൽ. ഓവർ. വായിച്ചേക്കട്ടെ. വായിച്ചു സാർ. Plan will end if rituals err. If shame is gone, virtue perishes. Over. നാണുടമൈ എന്ന അധികാരത്തിന്റെ അവസാനത്തെ കുറളാണ്. കുറെ പറഞ്ഞു വന്നു. നാണില്ലാതെ, നാണത്തിന് ഭയക്കാത്ത ആ ഒരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി ഒരു ഉപമയോടുകൂടി പറഞ്ഞാണ് നിർത്തുന്നത്. അതായത്, നാൺ അകത്തില്ലാർ ഇയക്കം മരപ്പാവൈ നാണാൽ ഉയിർ മറുട്ടിയറ്റ്. അതായത്, ഒരു എനിക്ക് ഈ ചീത്തപ്പേര് വന്നു ഭവിക്കും, അല്ലെങ്കിൽ ഈ ദുഷ്പേര് എനിക്ക് വരും, ഞാൻ ഈ ദുഷ്പ്രവർത്തിയിൽ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും അകത്ത് അങ്ങനെ ആ ഒരു ഭയമില്ലാതെ, അതായത് എനിക്കിത് കിട്ടുമല്ലോ, ഇങ്ങനെ ഒരു ചീത്തപ്പേരല്ല എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിക്കാതെ ആ ഒരു ഭയമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ചലനത്തെ കുറിച്ച് പറയുമ്പോൾ മരപ്പാവൈ നാണാൾ ഉയിർ മറട്ടിയറ്റ്. അതായത് മരപ്പാവ എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് ചെയ്ത ഒരു ബൊമ്മ, മരത്തിൽ ചെയ്ത ഒരു ശില്പമാണത്. ആ പണ്ടൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് ഈ മരത്തിലുള്ള പാവകളാണ്. ഇപ്പോഴാണല്ലോ നമുക്ക് പലതരത്തിലുള്ള പാവകൾ വന്നു. അപ്പോ ആ പാവ, ആ മരപ്പാവ ഉയിർ മറട്ടിയറ്റ്, അതിനെ നമ്മൾ എന്താണ് ഈ തോൽപ്പാവൈക്കൂത്ത് എന്ന് പറയും. തമിഴിലെ ഒരു വളരെ ഫോക്ക് ഹാർട്ടാണ് ഈ പാവക്കൂത്ത് എന്ന് പറയുന്നത്. അതാണെങ്കിൽ ഒരു സ്ക്രീൻ കട്ടിയിട്ട് അതിന്റെ പുറകിൽ നിന്നാണ് ഈ പാവകളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചലിപ്പിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ചലിപ്പിക്കണം എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചലിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ ആ ബൊമ്മ എങ്ങനെയാണ് ചലിപ്പിക്കേണ്ടതെന്ന് അവർക്കറിയാം. ഡാൻസ് ചെയ്യുന്നത് എന്തൊക്കെ അതിന് പുറകിൽ നിന്ന് വോയിസ് കൊടുക്കും, അവര് തന്നെ അത് കൊടുക്കാറുണ്ട്. അപ്പോ ആ പാവ, ആ മരപ്പാവ, അത് മരം കൊണ്ട് ചെയ്യുമ്പോൾ അത് പണ്ടൊക്കെ മരപ്പാവ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് തോൽപ്പാവയായി. അതുകൊണ്ട് തോൽപ്പാവൈക്കൂത്തെന്ന് പറയാറുണ്ട്. അത് ഈ പാവക്കൂത്തിന്റെ ഒരു വെറൈറ്റിയാണ് ഈ തോൽപ്പാവക്കൂത്ത്. അപ്പൊ ഈ മരപ്പാവയ്ക്ക് ഒരു ജീവൻ നൽകി അവരെന്ത് ചെയ്യുന്നു, ആ പാവയെ കെട്ടിയിട്ട് ഇങ്ങനെ ആക്കി അതിനെ ചലിപ്പിക്കുകയാണ്. അതുപോലെയാണ് ഈ നാണമില്ലാത്തവന്റെ ചലനം എന്ന് പറയുന്നത്. ഇവര് നാണമുണ്ടെങ്കിൽ ഇവൻ ഇതൊന്നും ചെയ്യില്ല, നാണമില്ലാത്തവനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മോശം പ്രവൃത്തി ചെയ്യുന്നവരെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം മദ്യപാനമുള്ളവൻ, അതുപോലെ തന്നെ ഈ ഡ്രഗ്സിന് അടിമയാകുന്നവൻ, അവരൊന്നും തന്നെ നാണം എന്ന് പറയുന്ന സാധനം അവർക്കില്ലേയില്ല. ഈ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഈ എൻ്റെ വീട്ടിലൊക്കെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ആള്, എപ്പോഴും വന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അയാള് കൊണ്ടുപോയി മദ്യപിക്കാനാണ് കൊണ്ടുപോകുന്നത് ഈ കാശ്. കാരണം ഈ നല്ല കുടുംബത്തിൽ പിറന്നാൽ പോലും മദ്യപാനം അവരെ ഇല്ലാതാക്കി കളയും. അവരെന്താണ് ചെയ്യുന്നത്? നാണമില്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് പോയി കൈ നീട്ടി കാശുണ്ടോ എന്ന് ചോദിക്കും. എനിക്കൊന്ന് കാശ് തരാവോ എന്ന്. കാരണം അതിനൊന്നും അവർക്ക് നാണമില്ല. ഇതുപോലെ ഇത് മാത്രം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ. കാരണം അവരുടെ ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഈ
അത് ആ സമയത്ത് അത് ഡ്രഗ് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എന്തും ചെയ്യും. സ്വന്തം അമ്മയെ വരെ കൊല്ലാൻ, സഹോദരിയെ കൊല്ലാൻ വരെ അവർ മടിക്കത്തില്ല. അപ്പോ അതുകൊണ്ട് ഈ നാണമില്ലാത്തവരാണെങ്കിൽ ഈ പാവ കെട്ടി ആടിക്കുന്നത് പോലെയാണ് അവരുടെ ഒരു ചലനം. അപ്പൊ അത് അവരാർക്കൊപ്പമാണ്? അവർ ജീവൻ ഉണ്ടായിട്ടൊരു കാര്യവുമില്ല. ഒരു മരത്തിൽ ചെയ്യപ്പെട്ട ഒരു ബൊമ്മയ്ക്കൊപ്പമാണ് ഇവര്. ഏതാണ് ഈ കുറിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ വായിക്കട്ടെ സാറ്. 1020 നാണക തില്ലാർ ഇയക്കം മരപ്പാവൈ നാണാൽ ഉയർ മരുട്ടി അറ്റു. നാണമില്ലാത്തോർ തൻ ചലനം മരപ്പാവ നൂലിൽ കളിക്കുന്ന പോലെ. ലജ്ജയില്ലാത്തവരുടെ ജീവിതം ആക്കം കൂട്ടാൻ ഒരു ചരടിലൂടെ ഒരു മരപ്പാവയെ ജീവസുറ്റതാക്കുന്നതിന് സമാനമാണ്. അഭിമാന വികാരങ്ങളില്ലാതെ കഴിയുന്നവർ കയർ കെട്ടിവലിക്കുന്ന മരപ്പാവകൾ പോലെയാ. നമ്മളിതിനെ ഉപസംഹരിച്ച ഇതുവരെയുള്ളത് ചേർത്ത് പറയുമ്പോൾ, ഈ വലിയ ഭൂലോകം മുഴുവൻ സ്വന്തമാക്കാൻ അവസരം ലഭിച്ചാലും ഉത്തമരായ, അതായത് മാന്യന്മാരായ ആളുകൾ മോശപ്പെട്ട മാർഗത്തിലൂടെ അത് സ്വീകരിക്കില്ല. അന്യർ അപമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടിയും ലജ്ജയുമുള്ള ആളുകൾ ലജ്ജയെ ഒരു മറയായി, വേലിയായി കരുതി ജീവിക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അഥവാ പ്രശസ്തിയേക്കാൾ തങ്ങളുടെ മാനസംരക്ഷണത്തിനാണ് അവർ മുൻഗണന നൽകുന്നത്. മാനത്തേക്കാൾ വലുതല്ല ജീവൻ എന്ന് കരുതുന്ന ഉത്തമന്മാർ. അപമാനമുണ്ടായാൽ ജീവൻ തന്നെ ത്യജിക്കും. എന്നാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരിക്കലും അവർ മാനത്തെ, അതായത് അഭിമാനത്തെ കളയുകയില്ല. മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങൾ അവനിൽ ഒരു അസ്വസ്ഥത ഉളവാക്കുന്നില്ലെങ്കിൽ ആ നാണക്കേട് അനുഭവിച്ച് സദ്ഗുണം അവനിൽ നിന്ന് ഓടിപ്പോകും. ഒരാൾ പാരമ്പര്യം ലംഘിച്ചാൽ കുടുംബം വേദനിക്കും. മനസ്സലിവില്ലെങ്കിൽ എല്ലാ നന്മയും നശിക്കും. ഉള്ളിൽ ആഴത്തിൽ മനസ്സലിവില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ ജീവനുള്ളതായി തോന്നുന്ന ഒരു പാവകളിക്ക് സമാനമാണ്. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അർത്ഥവത്തായ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ പല ഉദാഹരണങ്ങൾ ശാന്തിമാം ഇവിടെ പറഞ്ഞു. വേറെ എത്രയോ ഉദാഹരണങ്ങൾ ഇനിയും നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിൽ ഈ ഒരു നാണം ഉണ്ടാകട്ടെ, ഈ നാട്ടിൽ ഈ നാണം ഉണ്ടാകട്ടെ. ഇവിടെ ഏത് തരം ലജ്ജാകരമായ പ്രവർത്തികൾ ചെയ്താലും അവരെ വാഴ്ത്താനും പിൻബലം നൽകാനും ആരൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം പ്രവർത്തികളൊക്കെ ഇപ്പോഴും നടക്കുന്നത്. അതിന് ഒരറുതി വരണം. അല്ലെങ്കിൽ ഈ നാട് വീണ്ടും നശിക്കും. വൃദ്ധന്മാരുടെ പരദീസയായിക്കൊണ്ടിരിക്കുന്ന ഈ നാട്, ചെറുപ്പക്കാർ നാട് വിട്ടുകൊണ്ടിരിക്കുന്ന നാട്, വളരെ വളരെ മോശപ്പെട്ട അവസ്ഥ ഇനിയും കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ തന്നെ ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അത് അവസാനിപ്പിക്കാൻ ഇടവരികയും അതിൻ്റെ പകരമായി നന്മയെ തിരികെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ
ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അതിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഒരുപാട് നന്ദിയുണ്ട് ശാന്തി മാം, മോഹൻ സാർ, സാബു സാർ, അതുപോലെ ജോർജ് സാർ, ശ്രീകുമാരി മാം, ഓമന മാം തുടങ്ങി എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ടും നമ്മുടെ ശ്രോതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓവർ ടു ഓമന ടീച്ചർ. Quran 1020. The life of the shameless is similar to that of animating a wooden puppet through a string, giving it momentum. In this final verse of the chapter, Thiruvalluvar uses a striking metaphor to describe those who completely lack of a conscience or the shyness of doing wrong. He compares a shameless person to a wooden puppet, Marappavai, pulled by strings. The puppet appears to be alive, moving and acting, but it possesses no inner life, free will, or soul of its own. Similarly, an individual who feels no shame or regret for their misdeeds might be physically alive, walking and talking, but they are spiritually dead. They are merely driven by external desires and impulses, lacking the genuine inner spark of human dignity and moral consciousness. A powerful biblical parallel to this concept is found in the tragic downfall of King Saul in the Old Testament, particularly after he repeatedly disobeyed God's commands and lost his moral compass. When Saul was commanded to execute justice against the Amalekites, he chose instead to keep the best spoils and the enemy king alive for his own glory. When confronted by the prophet Samuel, instead of feeling genuine internal shame or repentance, Saul was only concerned with appearances, begging Samuel, "I have sinned, yet honor me now before the elders of my people." 1 Samuel 15-30. Saul became like the wooden puppet described in the Quran. Outwardly, he still wore the crown and walked with royal momentum, but inwardly, he was hollowed out, stripped of his spiritual anchor, and driven only by the external strings of public perception and ego. His life became a mere mechanical simulation of kingship because he lacked the noble shyness to acknowledge his moral failure. The inclusion of Nanam, moral shyness, in the Tirukural highlights the psychological and spiritual depth of Thiruvalluvar's philosophy. He elevates shyness from a simple social trait or standard modesty into the ultimate guardian of human character. To Valluvar, a person's worth is not measured by physical strength, wealth, or social status, but by the sensitivity of their conscience. When we lose the ability to feel shame at wrongdoing, we lose our humanity and become mere biological machines. Conversely, possessing this noble restraint bridges the gap between the human and the divine, anchoring our dignity firmly within our souls.
a small poem. The flesh may walk, the lips may speak, and mimic life with transient grace. But hollow is the strength they seek, who wear no shame upon their face. For dignity is not in might, nor in the breath that comes and goes. It is the soul that shrinks from night and guards the virtue that it knows. No puppet pulled by earthly strings, true honor stands serene and whole. In moral shame, the spirit wings to find the kingdom of the soul. I express my deepest gratitude to Sabu sir for his invaluable guidance and to this wonderful platform for providing us with the opportunity to share these enlightening thoughts. To Nayanar sir, Joshi sir, and Shanti madam, George sir, Srikumari ma'am, for your active participation and encouraging presence, with which added great value to this session. A sincere and warm thank you to all our wonderful viewers for their time, attention, and constant encouragement throughout this presentation. Thank you, sir. Thank you, everybody. താങ്ക് യു മാം. താങ്ക് യു ശാന്തി മാം. താങ്ക് യു മോഹൻദാസ് സാർ. അടുത്ത ആഴ്ച എന്താ മോഹൻദാസ് സാർ? അടുത്ത ആഴ്ച അധികാരം 103 കുടി செயல் വകை കുല സമുദ്ധരണം കുടുംബക്ഷേമ പ്രവർത്തനം ഫാമിലി വെൽഫെയർ. ജനിച്ചു വളർന്ന കുലത്തെ ഒരുവൻ എല്ലാ വിധത്തിലും ഉദ്ധരിക്കേണ്ടതാണ്. പ്രസിദ്ധി, അർത്ഥം, വിദ്യ, ദാനശീലം, ആചാര മഹത്വങ്ങൾ, പരിരക്ഷണം എന്നിവയാൽ കുലത്തെ അഭിവൃദ്ധിപ്പെടുത്താം. ലജ്ജാശീലം ഉള്ളവർക്ക് സ്വകുടുംബത്തിൽ നേരിയ അപജയം കണ്ടാൽ മതി, ഈ ഔന്നത്യ വാഞ്ച ഉണർന്ന് പ്രവർത്തിക്കും. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ഫാമിലി വെൽഫെയർ, കുടുംബക്ഷേമ പ്രവർത്തനം, മലയാളത്തില് കുല സമുദ്ധരണം. സാറേ, ക്ലിയർ ആയില്ലല്ലോ. എല്ലാവർക്കും അവസരം. അതെ, ഹരി കേൾക്കുന്നില്ല, ക്ലിയർ ആകുന്നില്ല. സാറേ, പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സെപ്ഷൻ. വിദ്യ നേടുമ്പോൾ നാണം പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നാണം പാടില്ല എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനിപ്പോ എന്നോടത് പറഞ്ഞു. അതാണ്. താങ്ക് യു. ഓക്കെ. ഇവിടെ ശരിക്കും എന്തിലൊക്കെ നാണം വേണ്ടിയെന്നും വേണ്ടാത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം കാണുമായിരിക്കും. പിന്നെ എനിക്കൊരു സംശയം തോന്നിയത് എന്താന്ന് വെച്ചാല്, പറയട്ടെ, ഒന്നാമത്തെ കുറലിൻ്റെ അകത്ത് ഒരു തൃക്കണ്ണിന്റെ കാര്യം തമിഴിൽ പറഞ്ഞു, പക്ഷെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കണ്ടില്ല. മൂന്നാം കണ്ണിന്റെ കാര്യം, നെറ്റിയിൽ ഒരു കണ്ണിന്റെ കാര്യം. അല്ല, അത് ഒരു ഇമേജറി ആയിരിക്കും മിക്കവാറും. അതെ, പക്ഷെ അതേ മീനിങ് ഇപ്പുറത്ത് പറഞ്ഞില്ല. ഒന്നാമത്തേലോ എന്താണ്? 11 ആദ്യത്തെ, ഒന്നാമത്തെ, ഇന്നത്തെ ഒന്നാമത്തെ. ശാന്തിമാം അല്ലെങ്കിൽ മോഹൻദാസ് സാർ? മോഹൻദാസ് സാർ കേൾക്കാവോ? സാറ് മ്യൂട്ടാ. മോഹൻദാസ് സാറ്. സാറേ, നമസ്കാരം. ഞാൻ പറയാം. അതായത് അത് ഈ സ്ത്രീകളുടെ പ്രകാശം എന്ന കണ്ണാണ്. അതായത് ഈ ഞാനാണ് തൃക്കണ്ണ് എന്ന് എടുത്തു പറയാൻ കാരണം അത് ഈ സ്ത്രീകൾ എപ്പോഴും വളരെ എന്താണ് അലർട്ടായിരിക്കും. അപ്പൊ അവരുടെ ഈ പ്രകാശം എന്ന് പറയുന്നത് അവർക്ക് പ്രകാശം തരുന്ന നെറ്റിയാണ്. ഈ പ്രകാശം തരുന്നത് നെറ്റിയാണ്. ആ നെറ്റിയിലുള്ള കണ്ണ് പോലെയാണ് ഇദ്ദേഹം ഉപമിക്കുന്നത്. അതായത് അത് എന്താണെന്ന് പറഞ്ഞാൽ നാണമാണ്. ഈ നാണമാണ് സ്ത്രീകൾക്ക് എപ്പോഴും
നല്ലത്, ആ നാണം വേണം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മോശം പ്രവർത്തികൾ ചെയ്യാൻ സ്ത്രീകൾ ശ്രമിക്കരുത്. ആ ആ അവർക്ക് അവരെ ദൂഷിക്കുന്ന അല്ലെങ്കിൽ ദുഷ്പേരുണ്ടാക്കുന്ന യാതൊരുവിധ പ്രവൃത്തിയും ചെയ്യരുത്. അത് ചെയ്യില്ല. അത് ആരാണ് ചെയ്യില്ല? ഈ നാണമുള്ള സ്ത്രീകൾ. നാണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നെറ്റിയിലുള്ള കണ്ണ് പോലെയാണ്. ശിവന്റെ തൃക്കണ്ണെന്ന് ഞാനാണ് ഈ പറഞ്ഞത്. ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ നെറ്റിയിലെ പ്രകാശമാണ്, അവരുടെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ഈ നാണമാണ്. അത് നെറ്റിയിലുള്ള തൃക്കണ്ണ് പോലെയാണ്. അതെ മാം, പക്ഷെ അത് ആ മലയാളത്തിലും ഇംഗ്ലീഷിലും ആ ടൈപ്പിലൊരു ട്രാൻസ്ലേഷൻ കണ്ടില്ല. അല്ല, പല ട്രാൻസ്ലേഷനിലും ഞാനിത് പറയാത്തതാണ്. ഒരുപാട് ട്രാൻസ്ലേഷനിൽ ഞങ്ങളുടെ തമിഴിൽ കൊടുത്തിരിക്കുന്നത് പോലെ വന്നിട്ടില്ല. കാരണം ഞാൻ പറയുന്നത് ഈ പരിമേലഴകരുടെ കമാൻഡേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പരിമേലഴകരുടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തമിഴിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് സത്യം. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുപോലെ അല്ല ഈ രമേശൻ നായരുടെ ആയാലും മാം പറയുന്നതിൽ പോലും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണ് അത് അങ്ങനെ ഒരു എത്രയോ വലിയ ആൾക്കാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ബുക്കാണ്. അപ്പൊ അതിൽ തെറ്റുണ്ട്, ഒരുപാടുണ്ട്. മാത്രമല്ല ഇപ്പോൾ എഴുതുന്ന തമിഴിൽ പോലും ഈ തിരുക്കുറളിൽ ചിലപ്പോൾ വളരെ സിമ്പിളായി ഈ കമാൻഡേറ്റേഴ്സ് പലരും എഴുതുന്നുണ്ട്. അത് കമാൻഡറി ഒന്നും കറക്റ്റ് അല്ല, പലതും നമുക്ക് തെറ്റാണ്. കാരണം വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തൃക്കണ്ണെന്ന്, അതുപോലെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഒരു വിധത്തിൽ എന്താണ് യോജിച്ചു പോകുന്നുണ്ട്. പക്ഷെ മലയാളത്തിലും ഇംഗ്ലീഷിലും വരുന്ന ട്രാൻസ്ലേഷൻ പലതും ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ട്രാൻസ്ലേഷൻ. എല്ലാമല്ല, ഒരു ചിലതൊക്കെ അങ്ങനെയുണ്ട്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആയോ? വേർഡ് ബൈ വേർഡ് നോക്കിയപ്പോ അതിൽ എവിടെയും നെറ്റി കണ്ടില്ല. നുതൽ എന്ന് പറയുന്നതാണ് നെറ്റി. അതെ, അതിന് പറ്റിയ കണ്ടില്ല. തിരുനുതൽ എന്ന് പറയാൻ കാരണം സ്ത്രീകളുടെ നെറ്റി തിരുനുതൽ എന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ രമാവതി മാം എന്താ പറയാൻ വന്നല്ലോ? സാറേ, ജോഷ് സാറിനെ ഇപ്പൊ കുറെ ആയി കാണാതെ, കണ്ടിട്ടാകുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ സാബു സാറ്, ഡോക്ടർ ശാന്തി മാം, ഓമന മാം, മോഹൻദാസ് സാറ്, ജോർജ് സാറ്, ശ്രീകുമാർ സാർ, എല്ലാരും നല്ല അക്ഷരസ്ഫുടതയോടുകൂടി. തമിഴല്ലേ, തമിഴാകുമ്പോ നമുക്ക് അത് വായിക്കുമ്പോഴുള്ള ഇതും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പം നാണം എന്ന് പറയുമ്പോ കുറെ കാര്യം പറഞ്ഞു. അതിലിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ജീവിതത്തിലാണെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് മക്കളെ പോറ്റി, അതുപോലെ സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ എപ്പോഴെപ്പോഴും ബാധവരാതെ പറയുന്ന, ഞാൻ 1 മുതൽ 7 വരെ ഒരു മെഡോണ UP സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവിടുന്ന് കിട്ടിയ ആ ശിക്ഷണം, അവിടുന്ന് കിട്ടിയ സ്നേഹം, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ദാമ്പത്യത്തിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ദാമ്പത്യത്തിൽ പറയുമ്പോ നമ്മളെ ഒരു 4 വരി കവിത പോലെ, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ, അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ, അത് മഹാകാവ്യം. ദാമ്പത്യം ഒരു മഹാകാവ്യം. ദാമ്പത്യത്തിലും നമ്മൾ ഒരുപാട് ഈ നാണെന്നുള്ള ഇതില് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ പതറാതെ നിൽക്കേണ്ടത് നമ്മളെ കടമയാണ്. കാരണം എല്ലാ തരത്തിലും ഇപ്പം ചിലവര് ഇപ്പം അതിൽ വസ്ത്രധാരണത്തിന്റെ എല്ലാം പറയുമ്പോൾ, നമ്മളിപ്പോ ലേഡീസ് വസ്ത്രധാരണം സാരിയൊക്കെ എടുക്കുമ്പോ ചിലവര് എന്തായാലും അവരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ, സോറി ഞാൻ അങ്ങനെ പറയുന്നതിന് ക്ഷമിക്കണം, ഈ സാരി എടുക്കുമ്പോ പൊക്കിളിന് കുറെ താഴെയായിട്ട് സാരി എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ചിലവരെന്ത് ചെയ്യും, ആ സാരി ഇങ്ങനെ അവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്ന പോലെയുള്ള ആക്ഷൻ ചെയ്യും. അത് വലിക്കാതിരുന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുവരെ ചെയ്തുകൂടാന്നെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായത്. കാരണം ഇതില് ഒരുപാട് മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ പതഞ്ജലി മഹർഷി പറയുന്ന പോലെ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നുണ്ടല്ലോ.
അതായത് നമ്മളെ മനസ്സിൽ ഒരു ചിത്തവൃത്തിയും വരാൻ പാടില്ല. അതെല്ലാം പിന്നെ നമ്മളിപ്പോ ചിന്തിക്കാനേ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് യോഗയിലൊക്കെ പറയുന്നത്. അതുപോലെ ഇത് വളരെ എനിക്കൊന്ന് ഈ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടമായേനെ സാറേ. കാരണം അത്രയും നല്ലൊരു ക്ലാസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം നമ്മളെ ജീവിതത്തിൽ എത്ര കണ്ട് പ്രകാശം പരത്താൻ പറ്റുന്നത് അത്രയും കണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്യണം എന്നുള്ളത് അത് ഓരോ ഇതായിട്ട് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ സാറന്മാരോട് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ 33 കൊല്ലം സർവീസ് ചെയ്യുമ്പോൾ 1 രൂപ പോലും എവിടെയെങ്കിലും അങ്ങനെ തെളിയിച്ച ഞാൻ എന്നോട് പറയും നിങ്ങൾക്ക് അവാർഡ് തരാം, ഞാൻ എന്തെങ്കിലും അങ്ങനെ കൈക്കൂലി മേടിച്ചിനോ എന്തെങ്കിലും ചോദിക്കും. പക്ഷെ എന്നെ 1-2 പ്രാവശ്യം DSP വിളിച്ചിരുന്നു. കാരണം അവർ പോകുമ്പോ 2 ഗസ്റ്റ് ഓഫീസർമാർ വേണം. ഒരു പ്രാവശ്യം കണ്ണൂരിൽ നിന്ന് വിളിക്കുമ്പോ എന്റെ ഒരു DA പറഞ്ഞു, എന്റെ ഒരു മുതിർന്ന ഓഫീസറെ, പിന്നെ അത് ഇവിടെ ആരുമില്ല, ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ ഗസ്റ്റ് ഓഫീസറായിട്ട്. പേര് പറഞ്ഞു എനിക്ക് അവരെ തന്നെ വേണ്ടത്. എന്തിനാന്ന് അറിയാം സാറേ, അവിടെ ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ചിട്ട് വഴിന് വേണ്ടിട്ട് 5000 റുപ്യ കൈക്കൂലി മേടിച്ചത് പിടിക്കാൻ വേണ്ടിട്ട്. അത് ശരിക്കും എനിക്കൊരു അനുഭവമായിരുന്നു. എല്ലാവരും പോവാതിരിക്കുന്നത് കാരണം അവർ പോയി കഴിയുമ്പോൾ അവരെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി പോവോ, പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു പോയാലോ. പക്ഷെ അതില് തല പോയാലും സത്യത്തിന്റെ ഭാഗത്തേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സാബു സാർ, താങ്ക് യു സോ മച്ച്. ശുദ്ധോധന ഡോക്ടർ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ. അതെ അതെ സാർ പറഞ്ഞോട്ടെ. പറയും. ഈ ഇതിലെ പരിഭാഷയെ പറ്റിയിട്ടാണ് സാർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ പദാനുപദം നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഈ പരിഭാഷയില്ലേ, അതിൻ്റെ അത് ഈ പദാനുപദ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, പരിഭാഷപ്പെടുത്തിയാൽ അതിൻ്റെ ജീവൻ അങ്ങ് ചോർന്നു പോകും. കാരണം അത് മലയാളത്തിലേക്ക്, തമിഴില് വലിയ മൊഴിമുത്ത് പോലുള്ള വാക്കുകളില്ലേ, അത് ഇങ്ങനെ വ്യാഖ്യാനിച്ച് എന്താ പറയുക, അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് അഴക് കൂടുന്നതും ഒക്കെ. പക്ഷെ ഇത് ഇന്നത്തെ ഒരു സെഷൻ അതിഗംഭീരമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയുക. ഞാൻ അതെപ്പോഴും നിശബ്ദനായി കേട്ടോണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ശാന്തിമാഡം ഇന്ന് കൊടുത്ത ആ ഒരു എന്താ പറയുക വിശദീകരണങ്ങളും ഒക്കെ അത് വളരെ ഗംഭീരമായി. വളരെ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായി. ശരിക്ക് ഗംഗയിൽ കുളിച്ച് നിവർന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖമില്ലേ, അതേപോലെ വലിയൊരു സത്സംഗത്തിൽ പങ്കെടുത്തതുപോലെ വലിയൊരു ആത്മീയ ഉണർച്ച തരുന്ന ഒന്നായിരുന്നു ഇന്നത്തെ ഇത്. ഞാൻ എല്ലാ ദിവസവും എന്ത് തിരക്കാണെങ്കിലും ഞാനിത് പ്രത്യേകം തിരുക്കുറൾ കേൾക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അത് പറയാറില്ലെങ്കിലും, ഒന്നും സംസാരിക്കാൻ ഞാൻ മുതിരാറില്ലെങ്കിലും ഇന്നത്തേത് എനിക്ക് അതിഗംഭീരമായി, അതിമനോഹരമായി. അത് പ്രത്യേകിച്ചും ഞാൻ എല്ലാവരും നന്നായിരുന്നു. പക്ഷെ ശാന്തി മാഡത്തിന്റെ ആ ഒരു അവതരണ രീതിയില്ലേ, അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അത് ഗംഭീരമായി. അത് ഇതേപോലെ ഒരു പരിഭാഷ മതി നമുക്ക് ഈ വാക്കുകൾ എടുത്ത് തിരിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളതിനേക്കാൾ ഏറെ അത് സുഖം തരുന്നതും മനസ്സിലേക്ക് കയറിയിരിക്കുന്നതും ഒക്കെ എത്ര വെളിച്ചമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് വലിയ നാണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ പണ്ട് ഈ നസീർ ഷീലയോട് പറയുന്ന ആ നാണമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു വ്യാഖ്യാനം അതങ്ങനെ വിടർന്ന് പോയിട്ട് അത് ഈ മാനം കെടാതിരിക്കൽ അല്ലെങ്കിൽ കെടൽ എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായി. ഇന്നത്തെ എനിക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാ, കാരണം ഇതൊരു ആത്മീയതയും കൂടെ ചേർന്നൊരു സംഭവം ആയതുകൊണ്ട് എനിക്കത് പറയാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നത്തെ ഇത് വളരെ 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 ഗംഭീരമായി. അത് കേൾക്കാത്തവർക്ക് എന്തോ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നന്നായി. താങ്ക് യു. ഐ കൺഗ്രാറ്റുലേറ്റ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് കുടുംബ മഹിമ എന്നാ സാർ പറഞ്ഞേ? കുലമഹിമ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഗുഡ് നൈറ്റ് പറയാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. അതുപോലെ തന്നെ മോഹൻദാസ് സാർ, ബാക്കി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓമന മാം, നാളെ നമുക്ക് ടീയുടെ ഒരു ക്ലാസ് ആണ്. നമ്മുടെ സൈക്ലിക് എനർജിയെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്, കഴിഞ്ഞ ആഴ്ചത്തിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, അപ്പൊ സീ യു. താങ്ക് യു രമാദേവി മാം. ഞാൻ എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഞാനും ഇന്നിപ്പം രമാദേവി മാമിനെ ഒത്തിരി നാളും കൂടി ഇരുന്ന് കാണുന്നു. രമാമതി
എല്ലാരും പേര് തെറ്റി വിളിക്കുന്നു സാറേ, എന്താന്ന് അറിയില്ല. രമാദേവി ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് മാറിപ്പോയത്. സാറേ, സാറിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സാറ് തന്നെ ആരോഗ്യം പറഞ്ഞു. വലിയ കുഴപ്പമില്ലാതെ തന്നെയാ പോകുന്നു ഇപ്പം. ഓക്കെ. കാരണം വലിയ കഠിനമായ തണുപ്പുണ്ടാകാത്തത് കൊണ്ട് ഞാൻ സർവൈവ് ചെയ്യുന്നു. നല്ലതാ സാറേ, നല്ലത്. താങ്ക് യു. ഓക്കെ. ഇന്നെ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചേച്ചിയും ചേച്ചിന്റെ ഭർത്താവും പ്രായമുണ്ട്, അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് പോയി. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പൊ അത് ഓക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നതാ ക്ലാസ് ആകുമ്പോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ സി യു, ഗുഡ് നൈറ്റ്, നാളെ കാണാം, ബൈ ബൈ. താങ്ക് യു സാർ. ക്ലാസ് നിർത്തി പോകാൻ ആർക്കും തോന്നുന്നില്ല അല്ലേ? ഇല്ല, ഇത് നിർത്തണ സൂത്രം കാണുന്നില്ല. എന്താന്ന് മനസ്സിലാവുന്നില്ല. നിർത്തുന്നതിന്റെ ഞാൻ ഫോൺ മാറിയപ്പോഴേ